എന്റെ അപ്പൂപ്പ മോനെ, നീ വന്നോടാ എന്റെ മോനെ. നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൂപ്പന് ഒരു രസവുമില്ല. അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് കൊട്ടാരത്തിലെ ജീവിതം? ഒന്നും പറയണ്ട അപ്പൂപ്പ, കൊട്ടാരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാ. ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക. നിനക്കൊരു കൂട്ടുവാങ്ങുമല്ലോ. എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ. അതിലൊരുത്തിന്റെ കട്ടയും പടവും ഇന്നോ നാളോ ഞങ്ങൾ മടക്കാം. അതായതാ? ഒരു പ്രേതം. ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ, അതിലൊരു പ്രേതം. ഒക്കെ പറയാം, വാ. ആരടാ മനസ്സമായിട്ട് മൂത്ത് വയ്ക്കാൻ സമ്മതിക്കില്ലോ? ഇവിടെ വേണം നിന്നെ ഞാൻ സമാധാനമായിട്ട് ഇരുത്താം. അയ്യോ തമ്പുരാനായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്ത് കൂടിയല്ലേ? അയ്യോ കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി തീറ്റി എന്ന് കരുതി സാക്ഷ്യസദാണെന്ന് തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ട് വേണ്ടതിനെ പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒന്നേ. പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈയുണ്ടെന്ന് അവരറിയരുത്. അത് ഞാൻ ഏറ്റു. എന്നാ ബാക്കി ഒഴിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു കേൾക്കാനല്ലേ വന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ വന്നടിച്ചോ? അവൻ നിന്നെ ഇതേപോലെയാണോ അടിച്ചത്? അവൻ നിന്നോട് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം, പോ. അയ്യോ, കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? രണ്ട് തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെത്തകളെ. തുടങ്ങിക്കോ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. തുടങ്ങിക്കോ. എന്ത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. പച്ച ഉള്ളി അരിയാം. ഓംലെറ്റ് വേണ്ട. ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റിസീവറുടെ പിയയാ. ഇത് കുറച്ച് പായസം. ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്യല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാതെ പിടിച്ചാട്ടെ. വേണമെന്നില്ല. അബദ്ധമായല്ലോ. ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാം. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീല് ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു. നാളെ അവൻ പോയസൺ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞടം നോക്കി കുഴിക്കവൻ കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്കങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും. അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോൾ രാജയോഗം കാണുമായിരിക്കും. അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിംബലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ എന്നലയടിക്കുകയാണ്. പക്ഷേ
അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന 2 കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടി ഉണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ. ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാനൊക്കൂ. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ട് കിടക്കുക. ഒരു ഓർലേക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് 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 നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? എങ്കിൽ ഞാൻ ഏറ്റു. വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നേരി നശിപ്പിക്കല്ലേ. ഓ, അതിന്റെ ഒരു നീളം. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉറുമിച്ചേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവന്റെ അടുത്ത് പറഞ്ഞേക്കണം, മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചതറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് ഇതിന്. എന്നെങ്കിലും ആ അവകാശം തിരിച്ചു വരുമ്പോ ഒരു തിരി വെച്ച് നമസ്കരിക്കാൻ അച്ഛന്റെ അമ്മയുടെ ആ കല്ലറയെങ്കിലും ബാക്കി വെച്ചേക്കാം. എന്താ എന്താ? ആ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടിട്. അമ്മാവൻ തിരികെ കൊണ്ടുവരാ പുല്ല്. മരുമോൻ എന്നെയും കത്തിരിക്കായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട്. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ. പിന്നെ അല്പം മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സ് വക്കീലിനിപ്പോ ഓർമ്മയില്ല. എന്നാലേ അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവും ഇല്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരനക്കിപ്പട്ടിയുടെ ചിറനക്കിപ്പട്ടി പറഞ്ഞവിടെ തന്നെ. ഓ, തിരിച്ചടിച്ചു. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും ഉറുപ്പ് പണം അറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്നു നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം. സുഗന്ധിയില്ലെങ്കിൽ ഈ ആനന്ദേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുണിച്ചു നിൽക്കുന്നത് ജാളിത കൊണ്ടാണ്. പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുണിച്ചു നിൽക്കാൻ എനിക്ക് അല്പം ജാളിതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അത് നോർമ്മിക്കാനാണ് ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കടാ. കുന്തം വഴിയോടെ നിൽക്കാതാരെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി കൊട്ടാരത്തിന്റെ അടിത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. എന്നാത്തിനാ ഇങ്ങനെ കുരങ്ങിയെത്ത കാക്കാലിനെ പോലെ കിടക്കുന്നത്? നിരാശാകാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അവൾക്ക് അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്നില്ല, ഇറങ്ങി വന്നേനെ. സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറുപ്പല്ല, സാക്ഷാൽ ഉദയനക്കുറുപ്പായാലും ഒരു പ്രശ്നമല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട.
നിനക്കത് നിസ്സാരമായിട്ട് പറയാം. കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധമാ, അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ. മറക്കണം. അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചന്ദ്രികയ്ക്ക് രമണനോടുണ്ടായിരുന്ന പോലെ ഒരു ലവ്, ശരിയല്ലേ? IAS കാരന് വക്കീലിനേക്കാൾ വിലയുണ്ട്. അതെന്താ അനന്തം മനസ്സിലാക്കാത്തത്? വിട്ടുകള വക്കീലേ, വല്ലം വന്ന് കഴിക്കാത്തോ?